1962 കുളത്തുവലിൽ സ്ഥാപിതമായ ഒരു സന്യാസിനി സമൂഹമാണ് മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ്. ഇതിൻ്റെ സ്ഥാപക പിതാവ് ബഹുമാനപ്പെട്ട CJ വർഗീച്ചനാണ്. അച്ഛൻ്റെ പ്രേക്ഷിത തീക്ഷ്ണതയാൽ ആരംഭിച്ച ഈ സന്യാസ സമൂഹത്തിൻ്റെ പ്രധാന കാര്യസം കുടുംബ പ്രേക്ഷിത മേഖലകളാണ്. കുടുംബത്തെ എപ്രകാരം നവീകരിക്കണം, തിരുസഭയുടെ ഏറ്റവും ചെറിയ പതിപ്പായ കുടുംബത്തെ നവീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും വേണ്ടി ആരംഭിക്കപ്പെട്ട ഈ സഭയുടെ പ്രധാന പ്രവർത്തന മേഖലകളിൽ ഒന്നാണ് ഇന്ന് ഇരുവാരത്ത് പ്രവർത്തിക്കുന്ന ഡാമിയൻ ലെപ്രസി സെൻറ്റർ. 1976 ആരംഭിച്ച ഈ പദ്ധതി ദൈവകൃപയാൽ ഇന്ന് വളരെ സന്തോഷത്തോടെ മുന്നേറുകയാണ്. 1976 തമിഴ്നാട്ടിലുണ്ടായ വെള്ളപ്പൊക്കം മൂലം ആ പ്രദേശത്ത് വലിയ നഷ്ടങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടായപ്പോൾ എല്ലാവർക്കും വീട് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം കൊടുക്കുന്നതിന് ഗവൺമെൻറ്റിന് സാധിച്ചെങ്കിലും കുഷ്ഠരോഗികളായി അവഗണിക്കപ്പെട്ടവർക്ക്, മാറ്റി നിർത്തപ്പെട്ടവർക്ക് സ്ഥലമൊരുക്കുവാൻ, വീടൊരുക്കുവാൻ, സൗകര്യങ്ങളൊരുക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല. സഭാസമൂഹമാണ് ഇന്ന് പൂർണ്ണമായിട്ടും എൻ്റെ ഉത്തരവാദിത്വവും എൻ്റെ നേതൃത്വവും ഏറ്റെടുത്തിരിക്കുക. ഇന്ന് സിസ്റ്റർ ഇസി, അതെ, 20 വർഷത്തോളമായി സിസ്റ്റർ തന്നെയാണ് അവിടെ സേവന നിരതയായിരിക്കുക. സിസ്റ്റർ എന്നും പറയാറുണ്ട്, എനിക്ക് ഈ പാവപ്പെട്ടവരോടൊപ്പം ഇവരോടൊപ്പം ജീവിക്കുക, ഇവരോടൊപ്പം ആയിരിക്കുക വലിയ സന്തോഷം നൽകുന്നതാണ്. കാരണം സിസ്റ്ററിൻ്റെ മനസ്സിൽ കോറിയിട്ടിരിക്കുന്ന ഇതാണ്, ഈ എളിയവർക്ക് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നുള്ള ഈ യേശുവിൻ്റെ വചനം സിസ്റ്റർ തന്നെ ഉള്ളിൽ കോറിയിട്ടിരിക്കുകയാണ്. ആ വചനത്തെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ആർക്കും വേണ്ടാത്തത്, അല്ലെങ്കിൽ പാർശ്വവത്കരിക്കപ്പെട്ട, മറ്റുള്ളവരാൽ അവഗണിക്കപ്പെട്ട ഈ ജനത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ, ഈ കുടുംബങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ സിസ്റ്റർ എന്നും മനസ്സായിരിക്കുകയാണ്. സിസ്റ്ററിൻ്റെ അതീവമായ താല്പര്യം, അതോടൊപ്പം തന്നെ സഭാ സമൂഹമാണ് അതിനുവേണ്ട എല്ലാ ഒത്താശകളും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക. സാമ്പത്തികമായ സഹായം ആവശ്യമുണ്ട്, ആത്മീയമായ സഹായ സഹകരണങ്ങൾ ആവശ്യമുണ്ട്, അവർക്ക് കൗൺസിലിംഗ് ശുശ്രൂഷ അല്ലെങ്കിൽ മാനസികമായ ശക്തിപ്പെടുത്തൽ, അങ്ങനെ പല വിധത്തിലുള്ള ശുശ്രൂഷകളുടെ ആവശ്യമുണ്ട്. എല്ലാ കാര്യങ്ങളും വേണ്ട വിധത്തിൽ നോക്കിക്കണ്ട് ചെയ്യുകയും അവരുടെ സർവ്വതോന്മുഖമായ ഉന്നമനത്തിന് വേണ്ടി സിസ്റ്റർ എന്നും പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 40-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈ വചനം ഹൃദയത്തിൽ സ്വന്തമായി സ്വീകരിക്കുകയും ഇന്ന് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നവരാണ് MSMI ഡാമിയൻ കോൺവെൻറ്റിലെ സഹോദരിമാർ. കുഞ്ഞുനാൾ മുതൽ മനസ്സിൽ സ്വപ്നം കണ്ടിരുന്ന ഒരു മിഷണറിയായി തീരണമെന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടെ വളർന്നു വന്ന മോൺസിഞ്ഞർ CJ വർഗീച്ചൻ 1962 ദൈവഹിതപ്രകാരം MSMI സന്യാസ സമൂഹത്തിന് രൂപം കൊടുത്തു. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം 1976 കടപ്പ രൂപതയിൽ ചിറ്റൂർ ഇടവകയിൽ MSMI സന്യാസ സമൂഹത്തിൻ്റെ ആദ്യ മിഷൻ ഭവനം സ്ഥാപിതമായി. ചിറ്റൂർ ഇടവകയിൽ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള ഈ ഇരുവാര സ്ഥലത്ത് കാൽനടയായും ചെറിയ വാഹനങ്ങളുമായി കടന്നു വന്ന് ഇവിടെയുള്ള രോഗികളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു പോരുകയും ചെയ്തു. എന്നാൽ 1976 മുതൽ തൻ്റെ ശുശ്രൂഷ കൂടുതൽ വ്യാപിപ്പിച്ച സിസ്റ്റർ സോസിമ അഞ്ചാനിക്കൽ 13 വർഷക്കാലം ഇവിടെ കുഷ്ഠരോഗികളുടെ ഇടയിൽ സേവനം ചെയ്തതിന് ശേഷം സ്ഥലം മാറി പോവുകയും 1991 സിസ്റ്റർ ഇസി ഈ ഒരു ശുശ്രൂഷ ഏറ്റെടുക്കുകയും ചെയ്തു. എന്നാൽ ദൈവത്തിൻ്റെ അനന്തമായ പരിപാലനയാൽ 1997 ഇരുവാരം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോൺവെൻറ്റ് സ്ഥാപിക്കുവാൻ ദൈവം അനുഗ്രഹം നൽകി. ഈ ഭവനത്തിലെ ആദ്യ അംഗങ്ങളായിരുന്നു സിസ്റ്റർ ഇസിയും സിസ്റ്റർ കൊച്ചു ത്രേസ്യായും. കുഞ്ഞുനാൾ മുതൽ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വലിയൊരാഗ്രഹമായിരുന്നു ആരാരുമില്ലാത്തവരുടെ ഇടയിൽ, വേദനിക്കുന്നവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുക എന്നുള്ളത് സിസ്റ്റർ ഇസിയുടേത്.
സിസ്റ്ററിൻ്റെ വലിയൊരാഗ്രഹം സാധ്യതമായി. ഇവിടെ വന്നപ്പോൾ കുഷ്ഠരോഗികൾ ധാരാളം ഉണ്ടായിരുന്നു. സമൂഹത്തിൽ എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ടവർ. അവജ്ഞയോടും വെറുപ്പോടും കൂടെ കണ്ടിരുന്ന കുഷ്ഠരോഗികൾക്ക് വേണ്ടി തൻ്റെ സമയവും ആരോഗ്യവും കഴിവും മുഴുവൻ മാറ്റിവെക്കുവാൻ സിസ്റ്റർ ഇസ്സിക്കും സിസ്റ്റർ കൊച്ചുത്രേസ്യയ്ക്കും സാധിച്ചു. സിസ്റ്റർ കൊച്ചുത്രേസ്യ സ്ഥലം മാറിപ്പോയപ്പോഴും പിന്നീടുള്ള വർഷക്കാലം സിസ്റ്റർ ഇസ്സി തൻ്റെ ജീവിതം ക്രിസ്തുനാഥൻ്റെ മുഖം ഈ വേദനിക്കുന്ന രോഗികൾ കണ്ടുകൊണ്ട് അവർക്ക് വേണ്ടി രാവും പകലും അധ്വാനിക്കുവാൻ മനസ്സായി. 2008 വരെയും സിസ്റ്റർ ഇസ്സി തൻ്റെ ശുശ്രൂഷ ഈ രോഗികളുടെ കൂടെ ഇവിടെ തന്നെ ചെലവഴിച്ചു. എന്നാൽ അധികാരികളുടെ നിർദ്ദേശപ്രകാരം 2008 സിസ്റ്റർ ഇസ്സി ഇവിടുന്ന് സ്ഥലം മാറി തൃശ്ശൂർ അതിരൂപതയിൽപ്പെട്ട അന്നാമരിയ ഓൾഡ് ഏജ് ഹോമിലേക്ക് സ്ഥലം മാറി പോവുകയും 2 വർഷം പ്രായമായ അമ്മമാരെ അവിടെ ശുശ്രൂഷിച്ച് തുടർന്ന് പാലക്കോൾ ഇടവകയിൽ സേവനമനുഷ്ഠിച്ച് വീണ്ടും 2012 ഇവിടെ ഈ ദാമിയൻ ലെപ്രസി കോളനിയിൽ ഇവിടെ വന്ന് രോഗികളോടൊപ്പം ചെലവഴിക്കുകയാണ്. അന്നു മുതൽ ഇന്ന് വരെയും തൻ്റെ ജീവിതം മുഴുവൻ ഈ വേദനിക്കുന്ന മക്കളോടൊപ്പം ചെലവഴിക്കുവാൻ സിസ്റ്റർ ഇസ്സിക്ക് സാധിച്ചു. പരിശുദ്ധി അമ്മ പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയുടെ ആധ്യാത്മികതയാണ് MSMI മക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. ഈ അമ്മ സമർപ്പണം നടത്തിയപ്പോൾ അമ്മയെ എത്തിച്ചത് കാൽവരിയിൽ കുരിശിൻ ചുവട് വരെയായിരുന്നു. തീർച്ചയായിട്ടും ഇവിടെയുള്ള സഹോദരിമാർ, പ്രത്യേകിച്ച് ഈ നാളുകളിൽ സിസ്റ്റർ സ്റ്റാർജീന ഈ ഭവനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും സിസ്റ്ററിനോടൊപ്പം സിസ്റ്റർ ഇസ്സിയും സിസ്റ്റർ സെലസ്റ്റിയും വളരെ ഭംഗിയായും വളരെ ആഗ്രഹത്തോടും സ്നേഹത്തോടും കൂടെ തങ്ങളുടെ ശുശ്രൂഷ പൂർത്തിയാക്കുകയാണ്. എല്ലാവരാലും വെറുക്കപ്പെട്ട ഈ മക്കളോടൊപ്പം ശുശ്രൂഷ ചെയ്യുവാൻ ഈ സഹോദരിമാർക്ക് ദൈവം കൃപ കൊടുക്കുന്നു. ഇനിയും പ്രത്യേകം ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സിസ്റ്റർ എന്താ ആലോചിക്കുന്നേ? ഞാൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയായിരുന്നു. നീണ്ട 40 വർഷം. ഈ വർഷത്തിനിടയിൽ നിത്യത്തിലേക്ക് ലയിച്ചു ചേർന്ന ആത്മാക്കളുടെ ഓർമ്മ. കർത്താവിൻ്റെ ഈ കാരുണ്യത്തിന് എങ്ങനെ നമ്മൾ നന്ദി പറയും സിസ്റ്ററെ? നന്ദി മാത്രം പോരല്ലോ സിസ്റ്റർ. സമരിയാക്കാരൻ്റെ ദയാദാക്ഷിണ്യം പോലെ പ്രവൃത്തിയല്ലേ അവൻ ആഗ്രഹിക്കുന്നത്. 1976 ആ വെള്ളപ്പൊക്കം. വീടും സ്ഥലവും നഷ്ടപ്പെട്ട അനേകർക്കിടയിൽ 40ഓളം വരുന്ന കുഷ്ഠരോഗികൾ. ആരുടെയും കൂടെ കൂട്ടാതെ ആ രോഗികളെ മാറ്റി നിർത്തിയപ്പോൾ പോകാനൊരിടമില്ലാതെ അവർ അധികാരികളെ സമീപിച്ച് അവസ്ഥ പറഞ്ഞതും കലക്ടർ, അന്നത്തെ വികാരിയായിരുന്ന ജോൺ അന്തിനാട്ടച്ചനെ മലയടിവാരത്ത് ഒരു സ്ഥലം കാണിച്ചു കൊടുത്ത് അവരുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചതും എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വരികയാണ് സിസ്റ്ററെ. രോഗികളുടെ കൂടെ താമസിച്ച് ശുശ്രൂഷിക്കുവാൻ സ്വയം തീരുമാനമെടുത്തു. കോഴിത്തീറ്റ വെച്ചിരുന്ന റൂം വൃത്തിയാക്കി അച്ഛൻ അവിടെ താമസം ആരംഭിച്ചു. ഒരു വലിയ സമർപ്പണമായിരുന്നു സിസ്റ്ററെ അച്ഛൻ്റെ ജീവിതം. 1976 നമ്മുടെ MSMI കോൺവെന്റ് ചിത്തൂരിൽ ആദ്യമായി സ്ഥാപിച്ചത്. അവിടുന്ന് 5 കിലോമീറ്റർ നടന്നാണ് ഞാനിവിടെ വന്നുകൊണ്ടിരുന്നത്. 5 കിലോമീറ്ററൊക്കെ നടന്നോ? നടക്കാതെ പിന്നെ എന്ത് ചെയ്യും? വണ്ടിയില്ല, വാഹനമില്ല, ഒന്നുമില്ല. നടന്നങ്ങ് പോരണം. ബോസ്കോ അച്ഛൻ്റെ 1 വർഷത്തെ സേവനം ഇവിടെ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത്.
എല്ലാ ദിവസവും കുർബാന, ജപമാല, കുരിശിൻ്റെ വഴി എല്ലാ ഭക്തികൃത്യങ്ങളും ഉണ്ടായിരുന്നു. 1 വർഷം കഴിഞ്ഞപ്പോൾ അച്ഛന് സ്ഥലം മാറ്റമായി. അച്ഛൻ പോയി. പിന്നെ SR ജോണച്ചനാണ് വന്നത്. അച്ഛൻ്റെ കാലത്താണ് കോഴിക്കോട് നിന്നും സിസ്റ്റർ കൊച്ചു ത്രേസ്യ എന്നോടൊപ്പം ഇവിടെ എത്തിയത്. അങ്ങനെ ഞങ്ങളിവിടെ സ്ഥിരതാമസമായി. ബംഗാരപ്പാളയത്ത് ഒരു സ്കൂൾ ആരംഭിച്ചതോടുകൂടി ജോണച്ചൻ ഇവിടെ നിന്ന് സ്ഥലം മാറി. പിന്നെ വന്നത് SM ബോസ്കോ അച്ഛനായിരുന്നു. ആകാശത്തിൻ്റെ അനന്തവിഹായുസിലെവിടെയോ ഒരു നക്ഷത്രം പൂത്ത രാവിനെ നോക്കി സിസ്റ്റർ ഇസി നെടുവീർപ്പിട്ടു. ആത്മാക്കൾ സംസാരിക്കുമെങ്കിൽ ഇവർ എത്രയോ സന്തോഷവതിയാകുമായിരുന്നു. കാരണം മരിച്ചു പിരിഞ്ഞുപോയ താൻ മക്കൾക്ക് തുല്യം സ്നേഹിച്ചവരുടെ മരണയാത്ര ഇവരെ അത്രമേൽ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ വെറുതെകളെ സ്വയം ആവാഹിച്ച് കർമ്മം കൊണ്ട് ജീവൻ പകുത്തു നൽകി മരിച്ചവരെ പുനർജീവിപ്പിച്ച ഒരു സന്യാസിനി സിസ്റ്റർ ഇസി MSMI. മരണവിഹായുസിലെ രഹസ്യം സൂക്ഷിക്കുന്ന ദൈവപുത്രനോട് പിണങ്ങിയും ഇണങ്ങിയും കേണപേക്ഷിച്ചും കർമ്മനിരതയാവുമ്പോൾ ഈ സന്യാസിനി പരിതപിക്കാറില്ല. രോഗിയാക്കി തന്നതും അവൻ, പിന്നെ മനസ്സാക്കി എന്നെ ഒരുക്കുന്നതും അവൻ, ഒരു നാൾ എന്നരികിൽ നിന്ന് പിടിച്ചുകൊണ്ടു പോകുന്നതും അവൻ. അപ്പോഴും എന്നെ കർമ്മപൂർത്തീകരണത്തിനായി വീണ്ടും അവൻ ബാക്കിയാക്കുന്നു. ഇത് ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തിൽ ചിറ്റൂർ എന്ന പ്രദേശത്തെ ഇരുവാരം എന്ന ഗ്രാമം. ഇവിടെയാണ് ഫാദർ ഡാമിയൻ ലെപ്രസി സെന്റർ സ്ഥിതി ചെയ്യുന്നത്. ആയിരത്തി 1976 ഒരു വലിയ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ഈ പ്രദേശമാകെ വെള്ളത്താൽ മുങ്ങി. വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകൾ സ്വയം രക്ഷ തേടി പരക്കം പാഞ്ഞു. ആ കൂട്ടത്തിൽ കുഷ്ഠരോഗത്താൽ ഊർധ്വം വലിക്കുന്ന ഒരു കൂട്ടം ആളുകളും ഉണ്ടായിരുന്നു. പുനരധിവസിപ്പിക്കാനും സാന്ത്വനമേകുവാനും ആരോരുമില്ലാതെ ഈ രോഗികൾ നിസ്സഹായതയോടെ നിലവിളിച്ചപ്പോൾ ആ കരച്ചിൽ കേട്ടത് റോസി എന്ന വനിതാരത്നമായിരുന്നു. അവർ ഈ രോഗികളെ പുനരധിവസിപ്പിക്കാൻ തൻ്റെ ഭൂമി വിട്ടുകൊടുക്കുകയായിരുന്നു സൗമനസ്യത്തോടെ. അന്നു മുതലാണ് ഈ പ്രദേശം റോസി നഗർ എന്നറിയപ്പെട്ടു തുടങ്ങിയത്. പിന്നീട് കാലാന്തരത്തിൻ്റെ വരമൊഴിയിലേക്ക് ഗതിമാറിയപ്പോൾ ഇത് ഇരുവാരം എന്നായി മാറി.
അന്നത്തെ കലക്ടറുടെ നിർദ്ദേശപ്രകാരം ജോൺ അന്തിനാട്ടച്ചൻ ഈ ഉദ്യമത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. ആ പ്രദേശത്ത് ഓല ഷെഡുകൾ കൊണ്ട് ഒരു കോളനി സ്ഥാപിച്ചു. സ്വന്തം ഭവനത്തിൽ നിന്ന് പോലും അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും ആവശ്യ സാധനങ്ങളും അച്ഛൻ അവർക്ക് എത്തിച്ചു നൽകി. ഇരുവാരത്തെ ആ പഴയ ഓല ഷെഡുകൾക്ക് പകരം ഇന്ന് ഈ ലെപ്രസി കോളനിയിലെ വീടുകൾക്ക് ചന്തമേറുന്നുണ്ട്. അന്ന് 40ഓളം വരുന്ന കുഷ്ഠരോഗികളുടെ നിത്യചെലവിനുള്ള സാമ്പത്തിക അപര്യാപ്തത അച്ഛനെ ഏറെ വിഷമിപ്പിച്ചു. രോഗം ശാപഗ്രസ്തമായ ദിനരാത്രങ്ങൾ സമ്മാനിച്ച നിരാലംബരായ ഒരു കൂട്ടം മനുഷ്യർ. അവജ്ഞയോടെ സമൂഹം അവരെ കുഷ്ഠരോഗത്തിൻ്റെ പേരിൽ മാറ്റി നിർത്തിയ അനുഭവങ്ങൾ ഓർത്തെടുക്കുന്നു ഈ സന്യാസിനി. ഞങ്ങളുടെ ഇവിടുത്തെ സാഹചര്യങ്ങൾ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചപ്പോൾ പലപ്പോഴും തിരിച്ചു പോകണമേ എന്ന് പോലും ചിന്തിച്ച സാഹചര്യങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം സക്രാരിയുടെ മുൻപിൽ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ വിളിച്ചവനായ ഞങ്ങളുടെ ദൈവത്തിൻ്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞപേക്ഷിച്ച എത്രയെത്രയോ ദിവസങ്ങളുണ്ട്. ഈശോ മാത്രമായിരുന്നു അന്ന് ഞങ്ങളുടെ ആശ്രയം. പറയുവാൻ ഞങ്ങൾക്ക് ആരുമുണ്ടായിരുന്നില്ല. സഹായിക്കുവാൻ സഹായഹസ്തങ്ങളില്ലായിരുന്നു. പലപ്പോഴും ഈ രോഗികളെ നോക്കുന്നത് പോലെ തന്നെ ഞങ്ങളെയും നോക്കിക്കാണുന്ന ആൾക്കാരുണ്ടായിരുന്നു. രോഗികളുടെ അടുത്തു നിന്ന് വരുന്നവരല്ലേ, കുഷ്ഠം ബാധിച്ചാലോ എന്ന് വേദനയോടുകൂടി പറയുന്നവരും ഞങ്ങളെ മാറ്റി നിർത്തുന്നവരും അന്നുണ്ടായിരുന്നു. ആ സാഹചര്യങ്ങളിലെല്ലാം ഞങ്ങളെ സ്നേഹിക്കുന്നതിനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈശോ ഒരിക്കലും ഞങ്ങളെ കൈവിട്ടില്ല. ആത്മധൈര്യം നൽകിക്കൊണ്ട് മക്കളെ പോഷിപ്പിക്കുവാൻ വേണ്ട എല്ലാ ശക്തിയും ധൈര്യവും സാമ്പത്തിക സഹായങ്ങളും സാവധാനത്തിൽ ഞങ്ങൾക്ക് നൽകി. ഈ അഗ്നിപരീക്ഷകളൊക്കെ ഈ സന്യാസിനിമാർ സഹിക്കുന്നു. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി, അവൻ്റെ അപദാനങ്ങളിലുള്ള വിശ്വാസത്തെ പ്രതി കാറിത്തുപ്പി ചവിട്ടിയകറ്റിയ ഇവരെ തേടിച്ചെന്ന് സ്വാന്തനത്തിൻ്റെ സ്നേഹസ്പർശം കൊണ്ട് തിരികെ കൂട്ടി ഈ മാലാഖവൃന്ദങ്ങൾ. പഴുത്തു വ്രണമായ മുറിവുകളിൽ റാഫേലായും ഗബ്രിയേലായും മിഖായേലായും വന്ന് വീഞ്ഞു പുരട്ടി നാർദിൻ സുഗന്ധ തൈലം പൂശി വച്ചു കെട്ടുന്നു ഈ സ്വർഗീയ വഴികാട്ടികൾ. ഒടുവിലെ യാത്രയ്ക്കായി ഇന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥ. കുഷ്ഠരോഗത്താൽ മരണപ്പെടുന്ന ഇവരെ മണ്ണിലടക്കം ചെയ്യാൻ അനുവദിക്കാത്ത ആ കാലം, രോഗത്തോടുള്ള ഭീതീതമായ മനോഭാവം വിട്ടുമാറാത്ത സമൂഹം എതിർപ്പുകളുമായി മുന്നോട്ട് വന്നപ്പോൾ നിവൃത്തിയില്ലാതെ രാപ്പകൽ ആ മൃതശരീരത്തിന് കാവൽ നിന്ന ദിനങ്ങൾ, പ്രതിസന്ധികളുടെ സഹനപർവങ്ങൾ താണ്ടിയ ആ കാലം, അഗ്നിപരീക്ഷണങ്ങൾക്കും പീഠകാലത്തിനുമൊടുവിൽ ദൈവം ഇടപെടുകയായിരുന്നു. അവർക്ക് ഒരു സിമിട്രി എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട്
കാലം കടന്നു പോകവേ രൂപത ഈ കുഷ്ഠരോഗികളുടെ ചുമതല പൂർണ്ണമായും ഇവരെ ഏൽപ്പിച്ചു. അപ്പോഴും ബാലാരിഷ്ടതകൾ വിട്ടുമാറാത്ത ഈ സ്ഥാപനത്തിന് വെല്ലുവിളികൾ ഏറെയായിരുന്നു. ഇന്ന് ഈ ഡാമിയൻ സെന്ററിൽ 21 അംഗങ്ങളാണുള്ളത്. ചിതറി വന്ന ഇവർ സ്നേഹമയീ ഭാവങ്ങൾ കൊണ്ട് ഒന്നിച്ചു കൂടുമ്പോൾ സ്നേഹവസന്തങ്ങളുടെ ഗ്രീഷ്മം പെയ്തിറങ്ങുന്നു ഇവിടെ. ആരൊക്കെയോ തെരുവിൻ്റോരത്ത് വലിച്ചെറിഞ്ഞു കളഞ്ഞ ജന്മങ്ങൾ പിന്നെ പേപ്പറഞ്ഞും വേപതു പുനഞ്ഞും തെരുവിൻ്റെ മക്കളാകുന്നു. പുഴുത്തു വ്രണമായ അങ്കുലികൾ നഷ്ടമായ നിരാലംബർ, ചലവും ചോരയും ഇറ്റുവീണ് പുഴുക്കൽ നുളയ്ക്കുന്ന മനുഷ്യ ശരീരം, വ്രണിത ഹൃദയവുമായി നിശ്വാസമുതിർക്കുന്ന മനസ്സുകൾ, വിധിവൈപരീതങ്ങളുടെ വിഴുപ്പ് പേറാൻ വിധിക്കപ്പെട്ട ഇവരെ കരവലയത്തോട് ചേർത്ത് നിർത്തി തലോടുന്നു ഈ സന്യാസിനികൾ. ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന കർത്താവിൻ്റെ അരുളപ്പാടനുസരിച്ചാണ് MSMI മക്കളായി ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ ഈ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നത്. ഞങ്ങളുടെ കൂടെയുള്ള ഇവിടുത്തെ ഈ പേഷ്യൻസ് എല്ലാവരും തന്നെ ഒരു തരത്തിലല്ലെങ്കിൽ ഒരു തരത്തിൽ ഡിസബിലിറ്റീസ് ഉള്ളവരാണ്. കാലും കൈയും വിരലുകളൊക്കെ നഷ്ടപ്പെട്ട് മുറിവുകളും അതൊക്കെ ആയിട്ടുള്ള, പിന്നെ അതോടൊപ്പം തന്നെ ഒത്തിരി വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകളും അനുഭവിക്കുന്ന മക്കളാണ് ഞങ്ങളുടെ കൂടെയുള്ളത്. അപ്പോൾ ഇവർക്ക് പ്രചോദനമായി ഇവർക്ക് സത്യത്തിൽ ഇവർക്ക് വേണ്ടി സർവീസ് ചെയ്യാൻ എനിക്ക് പ്രചോദനമായത് ഞാനിവിടെ ജൂനിയർ ആയിരിക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ ഇസിയുടെ പ്രവർത്തനങ്ങളിൽ സിസ്റ്ററിൻ്റെ വലിയ ത്യാഗമനോഭാവവും രോഗി ശുശ്രൂഷയൊക്കെ കണ്ടിട്ട് എനിക്ക് കുറച്ച് ഇൻസ്പയർ ആയിട്ടുണ്ട്. നേഴ്സിംഗ് പഠിച്ച് ഇവരെ ശുശ്രൂഷിക്കണം എന്നൊക്കെയുള്ള ഒരു ഇൻസ്പിറേഷൻ എനിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞ് സുപ്പീരിയേഴ്സ് എന്നോട് നേഴ്സിങ്ങിന് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ പോയി. പക്ഷേ കുറേ നാളത്തേക്ക് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല. ഞാൻ വേറെ ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്തു. അപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സുപ്പീരിയേഴ്സിനെ ഞാൻ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു, എനിക്കിവിടെ വന്ന് കുറച്ച് വർഷം ജോലി ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ആഗ്രഹപ്രകാരം തമ്പുരാൻ്റെ കൃതപ്രകാരം ഇവിടെ വന്ന് ഈ മക്കൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു വലിയ അവസരം എനിക്ക് കിട്ടി. ഇവർക്കിപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് സിംറ്റോമാറ്റിക് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് കൊടുക്കുന്നത്. ഇവർക്ക് പലതരത്തിലുള്ള വേദന, അല്ലെങ്കിൽ കാലിന് വേദന, കൈവേദന, തലവേദന, വയറുവേദന, ഗ്യാസിൻ്റെ പ്രോബ്ലം, ചെവി വേദന, പല്ലു, അങ്ങനെ സാധാരണ എല്ലാ കോംപ്ലിക്കേഷനും അവർ പറയാറുണ്ട്. അപ്പോൾ അതിനുള്ള മെഡിസിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള മെഡിക്കേഷൻസ് എല്ലാം നമ്മളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഹോസ്പിറ്റലിൽ ചെയ്തതിൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇവർക്കുള്ള മെഡിസിൻ നമ്മൾ തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ മുറിവുകൾ വെച്ച് കെട്ടുക എന്നുള്ള ഡെയിലി ഡ്രസ്സിങ് ഇവർക്ക് ഒത്തിരി ആവശ്യമാണ്. ഒരു ദിവസമെങ്കിലും നമ്മൾ ഡ്രസ്സിങ് ചെയ്താതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതൊത്തിരിയേറെ അസ്വസ്ഥതകളുണ്ടാക്കും. അതിൽ നിന്ന് വളരെ ദുർഗന്ധമുണ്ടാവുകയും അല്ലെ അത് ആ മുറിവിൽ നിന്ന് പുഴുവെല്ലാം മരിച്ചിറങ്ങുന്ന ഒരവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ആശയറ്റവരുടെ ജീവിതത്തിൽ നിരാശയുടെ വേലിയേറ്റങ്ങളുണ്ടാവും. അപ്പോഴും ആശ്രയത്വത്തിൻ്റെ ദൈവീക ഭാവമൊഴുകി ഇവരെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും. അങ്കലാപ്പില്ലാത്ത ആത്മീയ ബോധത്തിന് ദൈവം കൊടുക്കുന്ന സമ്മാനം. 4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടം വലിച്ചെറിഞ്ഞപ്പെട്ടവരുടേതായിരുന്നു. ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവരുടേതായി മാറി എന്ന ആത്മബോധത്തോടെ ഒരമ്മ പറയുന്നു. சித்தூரில் ரோசி நகரில் இருக்கிறோம் நாங்கள். எங்கள் வீட்டுக்கார் பேர் ரவி. பசங்க எனக்கு 3 பேர். அதில் பெரிய பொண்ணு 1, 2 ஆம்பளை பசங்க. பெரிய பொண்ணு படிச்சுட்டு 12வது வரைக்கும் படிச்சிருச்சு. இப்போ சிஸ்டராக இருக்குது. 2வது பையன் ஐடிஐ முடிச்சுட்டு சென்னையில் ஒரு வேலையில் இருக்கிறான். 3வது பையன் பிகாம் படிச்சுட்டு கிடைக்கிற வேலை டாட்டா ஸ்கையில் கொடை பிட் பண்ணுற வேலை அப்படி செஞ்சுட்டு இருக்கிறான். கடைசி வரைக்கும் கணவர் வந்து மேஸ்திரி வேலை செய்கிறாரு. எங்களுடைய குடும்பம் நல்ல விதமாக போயிட்டு இருக்குது. இதுக்கு முன்ன கஷ்டமான நிலையில் இருந்தோம் நாங்கள். எப்படின்னாக்கா பசங்கள்லாம் சின்ன வயசாக இருக்கும்போது என்னுடைய கணவருடைய வருமானம்
கஷ்டத்தில் இருந்தாங்க. அப்போ கிடைக்கிற வருமானம் வச்சுன்னு கஷ்டத்தில் படிக்க வச்சு, ஆனால் பசங்களை படிக்க வச்சுன்னு இருக்கும்பொழுது எங்கள் பெரிய பொண்ணோட படிப்புக்கு ரொம்ப கஷ்டம் ஆயிடுச்சு. அப்போது என்னுடைய நிலைமை ரொம்ப கஷ்டத்தில் இருந்தப்போ அம்மா இசி அம்மா அவங்களுடைய சேவை இங்கே எங்கள் காலனியில் அங்கே இருக்கும்பொழுது செல்வி படிக்கிற இதுவை பார்த்து அவங்களுடைய அன்பு வந்து செல்விக்கு கிடைச்சதுனால ஆண்டவருடைய கிருபினால் அவங்க நான் செல்வி படிக்க வைக்கிறேன், நான் உங்கள் குடும்பத்தில் இருக்கிற இந்த கஷ்டத்தில் நீ அந்த பாப்பாவை படிக்க வைக்கிறதுக்கு கஷ்டப்படாத, இருக்கிற பசங்களுக்கு பாரு அப்படின்னு சொல்லி அம்மா எங்கள் செல்விகிட்ட வந்து நீ படிக்கிறிய அப்படின்னா படிக்கிறேன்னு சொல்லுவேன். அந்த படிப்புக்காக அம்மா அந்த எப்போ படிக்கிறேன்னு சொல்லிச்சு அப்பத்திலிருந்து செல்வியோட எல்லா செலவுங்களும் அவங்களுக்கு கிடைக்கிற துணிமணியிலிருந்து கிடைக்கிற அன்பு ஒரு தாய் பார்த்துக்கிற மாதிரி அம்மா செல்வியை பார்த்து படிக்க വച്ച്. ഉപേക്ഷിക്കപ്പെട്ടവരുടെ ഇടയിൽ നിന്നും കർത്താവ് തിരഞ്ഞെടുത്ത് കൂടെ കൂട്ടി ഈ മകളെ കർത്താവിൻ്റെ ദാസിയായി കർത്തൃവേലയിൽ മുഴുകി ഈ മകൾ ഇന്ന് സന്തോഷവതിയാകുന്നു. ദിനരാത്രങ്ങളുടെ സ്പർശമേറ്റ് കടന്നുപോയ കാലത്തിൻ്റെ കൈവഴികളിൽ സഹനപർവ്വങ്ങളുടെ സ്പന്ദനങ്ങൾ നേർത്തില്ലാതാവുന്നു. വികലപഥങ്ങളിൽ കുരുങ്ങാത്ത സ്വന്തമെന്ന പദത്തിൻ്റെ പൂർത്തീകരണത്തെ അന്വർത്ഥമാക്കുന്ന ജീവിതശൈലിയുമായി MSMI കോൺഗ്രിഗേഷൻ തങ്ങളുടെ കാര്യസ്ഥത്തിൽ പൂർണ്ണമായി മുഴുകുന്നു. ഇന്ന് ചിറ്റൂർ ടൗണിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലായി 3 മഠങ്ങൾ സ്ഥാപിക്കാൻ കഴിഞ്ഞു MSMIക്ക്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ അക്ഷരവെട്ടം തീർത്ത് തലയുയർത്തി നിൽക്കുന്നു മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമ്മാക്കുലേറ്റ്. വർക്കിച്ചൻ എന്ന കാലത്തിന് മുൻപേ നടന്ന ക്രാന്തദർശിയായ വൈദിക സൂര്യയുടെ ദീർഘവീക്ഷണത്തിൽ കർത്താവിൻ്റെ അനുഗ്രഹഭാരതിയിൽ ഉയരെടുത്ത ഈ സന്യാസിനി സമൂഹം സ്വയം മെഴുകുതിരിയായി ഉരുകി ദീപ്തമായ പ്രകാശഗോപുരമായി മാറുന്നു. പൊലിയുന്ന പ്രകാശനാളങ്ങൾ കരിന്തിരിയായി നിറം കെടുമ്പോഴും ഇത്തിരി വെട്ടത്താൽ ചുറ്റുവട്ടത്തെ ഉജ്ജ്വലിപ്പിക്കാൻ ഇവർക്ക് കഴിയുന്നത് ഇത്തരം പ്രതിഭാധനരുടെ ആത്മസമർപ്പണം കൊണ്ടാണ്. Dear brothers and sisters in Christ, peace be with you all in the name of Christ Jesus our Lord and Master. A story goes like this. There was a man who was walking on the streets. He found many lepers on the footpath. He shouted at God with anger, God, why have you permitted this? Why did you allow these people to lay down on the footpaths? Why can't you do something? Immediately, there was God's response saying that, yes, my dear child, I did something. I made you. Yes, dear brothers, God did something. Not only something, God did best in the form of these MSMI sisters, missionary sisters of Mary Immaculate. They had been rendering their services to the lepers since 40 years. The best nursing care, the best shelter. God really did best. We see here Luke's Gospel chapter 4 verse 18. Jesus says, the Spirit of the Lord is upon me to give witness to the poor, to take care of the sick. These sisters, since 40 years, they had been taking care of these lepers. The very best care, dear brothers and sisters. I wonder and I admire the personality of Sister Issy, who had proved that she was the replica of Christ. I personally had witnessed her washing the wounds of these lepers, feeding them, just taking care of them just like a mother, their own mother. I really appreciate and bless all her good work. May God grant her long life and bless her all services here in this leprosy center. May God bless her. I know this center for the past 25 years. The great service that sisters are doing here, we deeply appreciate with my bishop and also with other
chaplains who worked earlier. We are deeply grateful to the sisters for the great service they have been doing here. I personally witnessed their service here. There are 25 to 30 leprosy patients here from different villages. They are taken care by sisters from morning till night. So in the Bible we see Jesus is very compassionate to the lepers especially, and to the downtrodden, the widows, the children, the sick. And here we see that reflecting the love of Christ, the compassion of Christ in the sisters in serving these leprosy patients. And I also speak to the patients sometimes when I come for masses here. I see that joy in their faces. I see that real joy in their faces. Although they are sick, they are lepers, they don't feel discriminated here. They don't experience that stigma of leprosy. They just enjoy praying in the church, speaking to the sisters, interacting with those who come over here. And I also appreciate those good people around here who give them food, who give them clothing, who also they give them a lot of help. We appreciate such generous people who are around here. വിശ്വാസ തീഷ്ണതയുടെ ഈറ്റില്ലങ്ങളിൽ നിന്നും സാന്ത്വനത്തിൻ്റെ നേരിയ ചാറ്റൽ മഴയായി, സ്നേഹപരിലാളനയുടെ മഞ്ഞിൻ കണമായി, താരാട്ടിൻ്റെ ഈണമായി ഈ അമ്മ ഉണ്ടിവിടെ. സമർപ്പണത്തിൻ്റെ നെരിപ്പോടുകളെ സ്നേഹത്തിൻ്റെ തൂവൽ സ്പർശമാക്കുന്ന ജന്മങ്ങളായി. ഉപേക്ഷിക്കപ്പെട്ട ഒരുവൻ രാത്രിയാമങ്ങളിൽ എപ്പോഴോ ഈ പടിവാതിലിൽ മുട്ടി വിളിക്കുമെന്ന പ്രതീക്ഷയിൽ ഫാദർ ഡാമിയൻ ലെപ്രസി സെന്ററിൽ ഇവർ കാത്തിരിക്കുന്നതും ഇതിനു വേണ്ടിയാണ്. വർഷമായി പെയ്ത് നാദിർ സുഗന്ധമായൊരമ്മ, ഇടമുറിയാതൊഴുകും സ്നേഹനദിയാമമ്മ, ഇക്കാലമത്രയും തഴുകിത്തലോടി സ്വാന്തനമരുളിയമ്മ, സ്വർഗീയ പിതാവിനരുമയാം ഈ അമ്മ